ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധ ബാവാ തിരുമേനി, അഭിമന്യരായ പിതാക്കന്മാരെ, വന്യ ഗുരുശ്രേഷ്ഠർ, വന്യരായ വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട ശമ്മാശന്മാരെ, സെമിനാരി കുടുംബാംഗങ്ങളെ, ഈ പരിശുദ്ധൻ്റെ പെരുന്നാളിൽ വന്ന് സംബന്ധിക്കുന്ന ഏവരുമേ ക്രിസ്തുയേശുവിൽ സ്നേഹ ആദരവ്. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായ്ക്ക് ശേഷം ഭാരത മണ്ണിൽ സ്ഥാപിതമായ ക്രിസ്തീയ സഭയെ, പ്രത്യേകിച്ച് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയെ ഇത്രമാത്രം സ്നേഹിച്ച് തൻ്റെ ജീവൻ അതിനായി ഒഴിഞ്ഞുവെച്ച ഒരു പുണ്യ മഹിതാചാര്യൻ്റെ പാവന സ്മരണയുടെ സന്ധ്യയിലാണ് നാം എത്തി നിൽക്കുന്നത്. ഈ പിതാവിനെ അനുസ്മരിക്കുന്ന ഈ സ്മൃതി സന്ധ്യയിൽ പരിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നൊരു ഭാഗം വായിക്കട്ടെ. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ബാറക്കുമോ. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യന് നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോടുകൂടി ഇരുന്നതുപോലെ നിന്റെ കൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രം ഇരിക്കുക. ചെല്ലുന്നിടത്തെല്ലാം നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ദൈവ വിളിയുടെ പാരമ്യത്തിൽ പ്രത്യാശ നിർഭരമായ ഒരു പദയാത്രയിലാണ് ഇസ്രായേൽ ജനം. ഇസ്രായേൽ ജനം ദൈവജനമെന്ന വിശേഷണത്തിലേക്ക് നടന്ന് ബാഹ്യവും ആന്തരികവും ആത്മീയവും ഭൗതികവുമായ കാരണങ്ങളാൽ രൂപപ്പെട്ട് അതിൻ്റെ അസ്തിത്വവും വ്യക്തിത്വവും നിർവചിക്കപ്പെട്ട് ഒരു ജനതതി അങ്ങനെ ഉടലെടുക്കുന്ന ആ ക്ലേശവും എന്നാൽ പ്രതീക്ഷാ നിർഭരവുമായ യാത്രയാണ് ഇത്. ഈ യാത്രയുടെ നിദാനം ദൈവം അവരെ വിളിക്കുകയും ദൈവവിളിയിൽ കൂടെ ചുമതലയേറ്റ വീരപുരുഷന്മാരുടെ, പുണ്യപുരുഷന്മാരുടെ അചഞ്ചലമായ ദൈവവിശ്വാസവും ധീരവുമായ നേതൃത്വവും അവർക്കുണ്ട് എന്നുള്ളത് മാത്രമാണ്. ഓരോ ചുവടും വെക്കുമ്പോൾ അവർ ചെല്ലേണ്ട സ്ഥലത്തെക്കുറിച്ച്, അവരുടെ ലക്ഷ്യത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ ചിത്രം തെളിഞ്ഞു വരും. അധികമാരും നടന്നിട്ടില്ലാത്ത പദപരിചയം വന്ന് അങ്ങനെ വഴിത്താരകൾ തെളിഞ്ഞിട്ടില്ലാത്ത ഒരു വഴിയിലൂടെ അല്പം ത്യാഗമൊക്കെ സഹിച്ച് ആ യാത്രയിലൂടെ മോശ ഒരു സ്ഥലം വരെ അവരെ കൊണ്ടെത്തിച്ചു. മോശയ്ക്ക് അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. പൂർവികരോട് ചെയ്തതായ ആ ഉടമ്പടിയുടെ പുനർവ്യാഖ്യാനവും അതിൻ്റെ തുടർച്ചയും നൂൻ്റെ മകനായ യോശുവയ്ക്ക് നൽകുമ്പോൾ ദൈവം തന്നെ അവനോട് സംസാരിക്കുന്ന, ദൈവം നൽകുന്ന പ്രതീക്ഷയും ദൈവം നൽകുന്ന ഉത്തരവാദിത്വവും ദൈവം നൽകുന്ന വിശ്വസ്തതയും ഒക്കെയാണ് ഈ വേദഭാഗത്ത് വിവരിക്കുന്നത്. ആരെയും കണ്ട് നീ ഭയപ്പെടരുത്, യാതൊരു തരത്തിലും ചാഞ്ചല്യങ്ങൾ പാടില്ല. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നതായ ഈ ദൗത്യം ചെയ്യുവാൻ, നിർവഹിക്കുവാൻ നല്ല ഉറപ്പും ധൈര്യമുള്ളവനായി നീ സധൈര്യത്തോടെ മുന്നോട്ട് പോവുക. നിന്നെ ഭരമേൽപ്പിച്ച ദൗത്യങ്ങളിൽ നിന്ന് നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതിരിപ്പാൻ ദൈവത്തിൻ്റെ കൽപ്പന ഹൃദയമന്ത്രമായി കാതുകളിൽ എപ്പോഴും അങ്ങനെ അത് കേട്ട് അതിനനുസരിച്ച് പോകണമെന്നുള്ള നിർദ്ദേശമാണ് യോശുവയ്ക്ക് ലഭിക്കുന്നത്.
കർത്താവിൽ അനുഗ്രഹീതരായ പുണ്യപിതാക്കന്മാരും എന്നെ കേൾക്കുന്നവരുമായ സർവരുമേ, മലങ്കര സഭയുടെ ഈ ദിനം ഒരു മഹാ സന്തോഷത്തിൻ്റെ ദിനമാണ്. ഈ പുണ്യപിതാവിൻ്റെ 92ാമത് പാവന സ്മരണ നിർവഹിക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ പ്രാർത്ഥനയിൽ നമ്മൾ ഉരുവിട്ടതുപോലെ ആ മഹത്തായ ജീവിതത്തെ ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, ആരാധിക്കാം. ആ വന്യപിതാവിൻ്റെ അപദാനങ്ങളെ ദൈവം മുമ്പിൽ ഒരു കാഴ്ചയായി നമുക്ക് അർപ്പിക്കുകയും ചെയ്യാം. അത്രമാത്രം തൻ്റെ ജീവിതം കൊണ്ട് ഈ സഭയെ പുഷ്ടിപ്പെടുത്തുകയും തൻ്റെ അർപ്പണബോധത്താൽ നല്ല ദിശാബോധം ഈ സഭയ്ക്ക് നൽകുകയും ചെയ്ത അപൂർവ വ്യക്തികളിൽ ഒന്നാണ് ഈ മഹത്തായ ഋഷിവര്യൻ എന്ന് നാം ഓർക്കുമ്പോൾ ആ സ്മരണയിൽ നാം വന്നിരിക്കുന്നത് മൂലം നമ്മുടെ ജീവിതം ധന്യമാകുന്നു. ഇത് ഒരു പുണ്യ സ്മൃതി തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുക. 1858 ഒക്ടോബർ മാസം 31-ാം തീയതി പകലോമറ്റം പവത്തിക്കുന്നേൽ കുടുംബത്തിൽപ്പെട്ട വട്ടശ്ശേരിൽ കുടുംബത്തിൽ ഭൂജാതനായ ആ വന്യപിതാവ് പ്രാരംഭകാല വിദ്യാഭ്യാസമൊക്കെയും മല്ലപ്പള്ളിയിൽ പൂർത്തീകരിച്ച് തുടർന്നുള്ള വിദ്യാഭ്യാസം മല്ലപ്പള്ളി CMS സ്കൂളിൽ നടത്തുകയും തുടർന്ന് ഹൈസ്കൂൾ വിദ്യാഭ്യാസം കോട്ടയത്ത് CMS ഹൈസ്കൂളിൽ നടത്തുകയും ചെയ്തതിന് ശേഷം സെമിനാരിയിൽ വന്ന് അഭ്യസനം നേടി. ആ കാലത്ത് തന്നെ കണ്ടതായ അനിതര സാധാരണമായ വ്യക്തിവൈഭവം കൊണ്ടും ഭക്തിപാരവശ്യം കൊണ്ടും അദ്ദേഹത്തിൻ്റെ ദൈവത്തോടുള്ള ദൈവം ഏൽപ്പിക്കുന്ന കൽപ്പനകളെ അനുസരിക്കുവാനുള്ള ആ ആഗ്രഹം കൊണ്ടും സമർപ്പണം കൊണ്ടും എല്ലാ പിതാക്കന്മാരും, വിദേശികരായ ആത്മീയ പിതാക്കന്മാരും പുണ്യപുരുഷന്മാരും ഇവിടെ ഉണ്ടായിരുന്ന ആത്മീയ നേതൃത്വത്തിലുള്ള പുണ്യപുരുഷന്മാരും അദ്ദേഹത്തെ ശ്രദ്ധിക്കുകയും ചെറിയ ചെറിയ പടികളിലൂടെ നടന്ന് കയറി പൗരോഹിത്യത്തിൻ്റെ ആരംഭഘട്ടം മുതൽ അങ്ങനെ മലങ്കര സഭയുടെ ഏറ്റവും ഉന്നതമായ മലങ്കര മെത്രാപ്പോലീത്ത സ്ഥാനം അലങ്കരിച്ച് അങ്ങനെ സഭയെ വേർതിരിച്ച് നടത്തിയൊരു പുണ്യ പിതാവാണ്. ഈ പിതാവിനെ അനുസ്മരിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ അകത്തും പുറത്തും ഇതുവരെ നൽകുന്ന ഒരു ചിത്രം കേസും വഴക്കും അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങളിൽ ഈ വന്യപിതാവ് വ്യാപൃതനായതുകൊണ്ട് അതിൽ വശംവദനായി ഏർപ്പെടേണ്ടതായി വന്നതുകൊണ്ട് ഈ പരിശുദ്ധ പിതാവിൻ്റെ ശ്രേഷ്ഠ ഗുണങ്ങളെക്കുറിച്ചും നിസ്തലമായ സംഭാവനയെക്കുറിച്ചും ചിലപ്പോഴെങ്കിലും നാം വിസ്മരിക്കുന്നുണ്ടോ എന്നെനിക്കൊരു സന്ദേഹം ഉണ്ട്. അതുകൊണ്ട് ആ വഴിക്കുള്ള ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുക. വിശ്വവിഖ്യാതനായ ബ്രിട്ടീഷ് സാഹിത്യകാരനായ വില്യം ഷേക്സ്പിയറിൻ്റെ ഒരു പ്രധാനമായ കൃതിയാണ് ജൂലിയസ് സീസർ. ജൂലിയസ് സീസറിനെ അദ്ദേഹം കൊലപാതകം ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ചേതനയേറ്റ ശരീരം സംസ്കരിക്കുന്നതിന് മുമ്പ് മാർക്ക് ആൻ്റണി, അദ്ദേഹത്തോട് പ്രിയപ്പെട്ട ഒരു വിശ്വസ്ത സേവനാണ്, മന്ത്രിയാണ്. മാർക്ക് ആൻ്റണി നടത്തുന്ന ഒരു പ്രസംഗം യഥാർത്ഥത്തിൽ വില്യം ഷേക്സ്പിയർ അദ്ദേഹത്തിൻ്റെ നാവിൽ വെച്ചു കൊടുക്കുന്നതാണ്. പക്ഷേ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഭാഷണങ്ങളിൽ ഒന്നായി അത് വിലയിരുത്തപ്പെടുന്നുണ്ട്. അതിലെ 2 വരികൾ ഇപ്രകാരമാണല്ലോ: The evil that men do leave after them, the good is oft ended with their bonds. മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന തിന്മകളെ ഇങ്ങനെ വരുംതല പറഞ്ഞ് ചർവതചർവണം ചെയ്യുകയും നന്മ അവരുടെ അസ്ഥികളോടുകൂടെ കുഴിച്ചിടപ്പെടുകയും ചെയ്യുന്നു എന്ന ഒരു സന്ദേഹത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ വന്യപിതാവിനെ സംബന്ധിച്ച് ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളെ സഭാമക്കളായ നാം ആർക്കു വേണ്ടി ഈ പിതാവ് ഈ ഭാരതത്തിലെ ചെറിയ ഒരു സഭയിലെ അതിൽ തന്നെ വിഭജനം വന്നതുകൊണ്ട് ചെറുതായി തീർന്ന ഒരു സഭയിൽ അനിഷേധ്യ നേതാവും വിശുദ്ധനുമായി അദ്ദേഹത്തെ പരിഗണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ പിതാവ് ജീവിച്ചിരുന്നപ്പോൾ വിമർശിച്ചതുപോലെ തന്നെ ഇന്നും നിശീതമായി വിമർശിക്കുന്നവരും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ കരിവാരിത്തേക്കുന്നവരുമായ ധാരാളം ആളുകൾ ചുറ്റുപാടുള്ളപ്പോൾ മലങ്കര സഭയുടെ മക്കൾ ആ വന്യപിതാവിനാൽ അനുഗ്രഹീതമായ ഈ പരിശുദ്ധമായ സഭയിൽ ഇന്നും നിലനിന്ന് പോകുന്ന അസ്തിത്വവും വ്യക്തിത്വവുമായ ആ ബോധ്യത്തിൽ നമുക്ക് മുന്നോട്ട് നീങ്ങുമ്പോൾ ഈ പിതാവിൻ്റെ അപദാനങ്ങളാണ് നാം ഏറ്റുപറയേണ്ടത്.
വിശിഷ്ട ഗുണങ്ങൾ എന്തെന്ന് ചികഞ്ഞെടുത്ത് നമ്മുടെ ഹൃദയമന്ത്രങ്ങളിൽ എന്ന് ഓർത്തിരിക്കുകയും ആ പിതാവിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് അനുഗ്രഹങ്ങൾ നേടി മുന്നോട്ട് പോകുവാനുള്ള ഒരു ചൈതന്യമാണ് നമുക്ക് ഏറ്റവും പ്രധാനമായി ഉണ്ടാകുന്നത്. ആ പിതാവിനെ അനുസ്മരിക്കുമ്പോൾ എൻ്റെ എളിയ ചിന്തയിൽ വരുന്ന പ്രധാനമായ ഒരു കാര്യം, സഭയുടെ ആന്തരികവും ആത്മീയവുമായ തൂണുകൾ ഉറപ്പിച്ച ഒരു പിതാവാണ്. സഭയുടെ ആന്തരികവും ആത്മീയവുമായ തൂണുകളെ ഉറപ്പിച്ച ഒരു പിതാവാണ്. സഭയെന്ന് പറയുമ്പോൾ നിർവചനങ്ങൾ കൊണ്ട്, അതിൻ്റെ ജിയോഗ്രഫി കൊണ്ട്, അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ കൊണ്ടൊക്കെ പ്രത്യേക തരത്തിൽ വ്യാഖ്യാനിക്കുമെങ്കിലും കർത്താവ് താൻ തൻ്റെ പ്രാണൻ വെടിഞ്ഞ് മരണത്തിലൂടെയും പുനരുദ്ധാനത്തിലൂടെയും ഇനി വരുമെന്നുള്ള പ്രത്യാശയിലൂടെ സത്യവിശ്വാസം ഉറപ്പിച്ച് സ്ഥാപിച്ച ആ സഭയുടെ വിശ്വാസവും ആരാധനയുമാണ് ആന്തരികമായി അതിൻ്റെ പ്രധാനപ്പെട്ട തൂണുകൾ. ഒരു നാണയത്തിൻ്റെ തന്നെ രണ്ട് വശങ്ങളാണ് ഇത്. സത്യവിശ്വാസം സത്യ ആരാധനയിലൂടെ പ്രകടിപ്പിക്കുന്ന ഒരു സഭ, ആരാധന വിശ്വാസത്തിൻ്റെ ബഹിർസ്ഫുരണമാണെന്ന് നമുക്കൊരു തരത്തിൽ ചിന്തിക്കാം. അതുകൊണ്ട് സത്യവിശ്വാസം എന്താണ്? മാർത്തോമാ ശ്ലീഹായുടെ പൈതൃകം വിശ്വാസത്തിലുള്ളതാണ്. ആ പിതാവിൻ്റെ കാലം കഴിഞ്ഞ് ഇത്രയും വർഷം കഴിഞ്ഞപ്പോൾ എല്ലാ ക്രിസ്തീയ സഭകളിലും, കേരളത്തിലും ഭാരതത്തിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള, അത് വേദപുസ്തക പണ്ഡിതരായാലും വേദശാസ്ത്ര പണ്ഡിതരായാലും, ഈ പിതാവിനെയും ഈ പിതാവിൻ്റെ കോൺട്രിബ്യൂഷനെ അന്നുള്ള ആളുകൾ കണ്ടതുപോലെ നമ്മളെപ്പോലെയുള്ള ആളുകൾ ഇന്നും കണ്ടാൽ മതിയോ? നിശ്ചയമായും അല്ല. മാർത്തോമാ ശ്ലീഹ ഏറ്റുപറഞ്ഞിട്ടുള്ള വിശ്വാസം എന്താകുന്നു എന്ന് നാം ചിന്തിക്കുമ്പോൾ, പുതിയ നിയമത്തിൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 28-ാം വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത് മൂലഭാഷയിൽ ഹോ കുറിയോസ്മോ കായ് ഹോ തെയോസ്മോ എന്നാണ്. മലയാള ഭാഷയിൽ ഇതിന് തത്സമമായ ഒരു വിവർത്തനമില്ല. ഇംഗ്ലീഷ് ഭാഷയിലെ വിവർത്തനവും മൂലഭാഷയുടെ അർത്ഥത്തിൽ പൂർണ്ണമായി യോജിക്കുന്നതല്ല. മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ് എന്ന് മാത്രമേ ഉള്ളൂ. അത് ഒരു ട്രാൻസ്ലേഷനാണ്. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്നതും മലയാളത്തിലെ ഒരു ട്രാൻസ്ലേഷൻ മാത്രമാണ്. മൂലഭാഷയിലെ ഈ വിശ്വാസ പ്രഖ്യാപനം, ഉയർത്തെഴുന്നേറ്റ കർത്താവ് എനിക്ക് ആരാകുന്നു എന്ന വ്യക്തിപരമായ പരാമർശം ഒരു സെന്റൻസിൽ രണ്ട് ഭാഗത്തുണ്ട്. ഹോ കുറിയോസ് മോ, എനിക്ക് കർത്താവ്. ഹോ തെയോസ്മോ, എൻ്റെ ദൈവം. ആദ്യമേ ഈ രണ്ട് നൗണിന് മുമ്പിൽ ഉപയോഗിക്കുന്ന ഈ ഗ്രീക്ക് ഭാഷയിലെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉണ്ടല്ലോ, അത് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല, മലയാളത്തിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല, മറ്റനേക ഭാഷയിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തക്കവണ്ണം സാധിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. മേരെ പ്രഭു ഓർ മേരെ പരമേശ്വർ എന്നാണ് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. എൻ്റെ എന്ന് കർത്താവും ദൈവവും എന്നുള്ളതിനിടയിൽ ഉപയോഗിക്കുന്നുവെങ്കിലും നീ മാത്രമാകുന്നു എൻ്റെ കർത്താവെന്നും നീ മാത്രമാകുന്നു എൻ്റെ ദൈവമെന്നും മലയാളത്തിലേക്ക് ഒരുപക്ഷെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. അനേക കർത്താക്കന്മാരുള്ള ഒരു കാലത്ത് അനേക ദൈവങ്ങളും ദൈവസങ്കല്പങ്ങളുമുള്ള മനുഷ്യകുലത്തിൻ്റെ ചരിത്രത്തിൽ ഉദ്ധിതനായ യേശുവിനെ സ്പർശിക്കുമ്പോൾ നീ മാത്രമാകുന്നു എൻ്റെ ദൈവം, നീ മാത്രമാകുന്നു എൻ്റെ കർത്താവെന്ന വ്യക്തിപരമായ ഒരു സംശയരഹിതമന്യേ കർത്താവ് തന്നെ ആഹ്വാനം ചെയ്തതനുസരിച്ച് നേടിയ വിശ്വാസ സ്ഥിരതയുടെ ഒരു വലിയ പ്രഖ്യാപനം ഭാരത മണ്ണിൽ ലഭിച്ചു. ഇന്ന് പല ആളുകളും, സെക്യുലർ ഹിസ്റ്റോറിയൻസും, സഭാവ്യത്യാസമനുസരിച്ച് സഭാചരിത്രം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർക്കൊക്കെ അടുത്ത കാലത്ത് ഈ അസ്തിത്വത്തെക്കുറിച്ചൊരു ബോധ്യമില്ലാത്തത് കൊണ്ടാണോ, അതിൻ്റെ പെൻഡുലം ഓപ്പോസിറ്റ് സൈഡിലേക്ക് നീങ്ങുന്നത് കൊണ്ടാണോ മാർത്തോമാ ശ്ലീഹ വന്നിട്ടില്ലെന്നും അങ്ങനൊരു വിശ്വാസമില്ലെന്നും പട്ടമില്ലെന്നുള്ളതൊക്കെ ഒത്തിരി കഴിഞ്ഞ് ആധുനിക യുഗത്തിലുള്ളതാണ്. ഇപ്പോഴതിനെക്കുറിച്ചൊരു ചർച്ച ക്രിസ്ത്യാനികൾ ഇവിടെ എന്നുണ്ടായെന്നും ഒക്കെ സജീവമാകുമ്പോൾ ഈ വിശ്വാസ സ്ഥിരതയുടെ കാര്യം മറന്നുപോകരുത്. വിശ്വാതനായ അർണോൾഡ് ജോസഫ് ടോയൻബി
ബ്രിട്ടീഷ് ഫിലോസഫർ ആൻഡ് ഹിസ്റ്റോറിയൻ. എ സ്റ്റഡി ഓൺ ഹിസ്റ്ററി എന്ന അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ പുസ്തകം എഴുതുവാൻ വേണ്ടി അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുറിയുടെ അടുത്ത് വീടിൻ്റെ പുറത്ത് ഒരു ബഹളം കേട്ട് അദ്ദേഹം എഴുതുന്നതിലേക്ക് പ്രവേശിക്കാതെ താഴെ ചെന്ന് അവിടെ നോക്കുമ്പോൾ 2 മനുഷ്യർ തമ്മിൽ വാഗ്വാദവും വഴക്കും നടക്കുക. അല്പനേരം അദ്ദേഹം ശ്രദ്ധിച്ചു. അവിടെ വഴക്കുണ്ടാക്കിയത് ആരാണെന്ന് എന്നതിനെ സംബന്ധിച്ച വഴക്കാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. അദ്ദേഹം കുറച്ചു നേരമൊക്കെ അവിടെ നിന്നത് കേൾക്കുകയും കാണുകയൊക്കെ ചെയ്ത് തിരിച്ച് മുറിയിലെത്തി ചരിത്രം എഴുതാനുള്ള പുസ്തകവും പേനയൊക്കെ കയ്യിലെടുത്തപ്പോൾ തൻ്റെ മനസ്സിലൂടെ ഈ ഒരു ചിന്ത പോയി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ നടന്ന ഒരു സംഭവത്തിൻ്റെ നിജസ്ഥിതി എന്തെന്നറിയുന്നതിനെക്കുറിച്ച് വഴക്കിടുന്ന ആളുകളുണ്ടെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നതും ഇത്രയും വ്യക്തമല്ലാത്ത കാര്യങ്ങളുടെ എന്ത് സബ്ജക്റ്റിവിറ്റി, എന്ത് ഒബ്ജക്റ്റിവിറ്റി, എന്ത് ഹിസ്റ്റോറിഗ്രാഫി ഉപയോഗിച്ച് ഞാൻ ഇത് എഴുതുമെന്ന ഒരു ചിന്ത. വസ്തുനിഷ്ഠവും ആത്മനിഷ്ഠവും എന്നൊക്കെ പറയുന്നതല്ലാതെ 100% വസ്തുനിഷ്ഠമായ ഒരു ചരിത്രവുമില്ല. അതിലുപയോഗിക്കുന്ന, രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഉൾപ്പെടെ ഞാൻ ആരാകുന്നുവെന്ന ചോദ്യത്തോട് ബന്ധിതമായി അല്ലാതെ നമ്മൾ വിഭാവനം ചെയ്യുന്ന ഐഡിയലിസ്റ്റിക്കായി മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഒരു ഒബ്ജക്റ്റീവ് രീതിയിൽ ചരിത്രം എഴുതാൻ സാധിക്കുമോ എന്നെനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മാർത്തോമാ ശ്ലീഹ ഈ ഭാരത മണ്ണിൽ ക്രിസ്തീയ സഭയ്ക്ക് നൽകിയ വിശ്വാസം അത് മറ്റാർക്കും ഇന്ന് നമ്മുടെ സഭ അവകാശപ്പെടുന്നത് പോലോ അതിനെ ഉൾക്കൊള്ളുന്നത് പോലെ ഉൾക്കൊള്ളാൻ കഴിയുന്ന മറ്റൊരു സഭയും ഇവിടെ ഇല്ല എന്നുള്ളത് നാം തിരിച്ചറിയണം. ഇവിടെ നിൽക്കുമ്പോൾ പൊതുവായ ഒരു ഐഡൻറ്റിറ്റിക്ക് വേണ്ടി നസ്രാണികളെന്നും മാർത്തോമ എന്നും പറയുകയും കടൽ കടന്നു കഴിയുമ്പോൾ മാർത്തോമയോടുള്ള അടുപ്പവും സ്നേഹവും വിശ്വാസത്തിൻ്റെ സ്ഥിരതയും ആവേശമൊക്കെ കുറഞ്ഞു പോവുകയും ചെയ്യുന്ന സഭകളുടെ നടുവിൽ ഒരു കൊച്ചു സഭയായി ഈ ആരാധനയിലും വിശ്വാസത്തിലും ഉറപ്പിച്ചു നിൽക്കുന്ന ഈ സഭയിൽ ആ പിതാവ് അത് ഉറപ്പിക്കുവാൻ വേണ്ടി കൊടുക്കേണ്ടി വന്ന വില തൻ്റെ പ്രാണന് തുല്യമായ വിലയാണ്, അതിൽ കുറഞ്ഞൊന്നുമല്ല എന്ന് നാം വിശ്വസിക്കണം. 23-ാമത്തെ വയസ്സിൽ ഈ പഴയ സെമിനാരിയുടെയും പരിമല സെമിനാരിയുടെയും മൽപ്പാനായി തീർന്ന അപൂർവ വ്യക്തിത്വമാണ്. 1881 2 സെമിനാരികളിലും മെത്രാപ്പോലത്തെ ആകുന്നതിന് മുമ്പ് മാനേജരായും പ്രവർത്തിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് പരിമല സെമിനാരിയിൽ. ഇവിടെ അധ്യാപകനായിരുന്നപ്പോൾ നല്ല സ്വഭാവശുദ്ധിയും കുട്ടികളെക്കുറിച്ച് നല്ല ചിന്തയുള്ള ആളും ഭാവിയെക്കുറിച്ച് ചിന്തയുള്ള ആളും സഭയുടെ ഭാവി അത് വൈദികരിലൂടെയാണ് അത് നിലനിൽക്കുന്നതെന്ന് അറിയാവുന്ന ആ ക്രാന്തദർശി തൻ്റെ വിദ്യാർത്ഥികൾക്ക് പകർന്നുകൊടുത്ത വിജ്ഞാനത്തിൻ്റെ ഒരംശം ക്രോഡീകരിച്ച് പബ്ലിഷ് ചെയ്തിരിക്കുന്ന മലങ്കര സഭയുടെ ഭാരതസഭയുടെ ആദ്യത്തെ ഒരു വിശ്വാസ പഠനത്തിൻ്റെ ഒരു ചെറിയ നിദർശനമാണ് മതോപദേശ സാരങ്ങൾ എന്നത്. വിശ്വാസ പ്രമാണത്തിൻ്റെ നാം വിശ്വസിക്കുന്നതിൻ്റെ 1700-ാം ആണ്ട് വർഷം ഈ വർഷം ആഘോഷിക്കുന്ന വിവിധ തലങ്ങളിലായതുകൊണ്ട് നാം എന്തു വിശ്വസിക്കുന്നു, നാം എന്താരാധിക്കുന്നു എന്നുള്ളത് വ്യക്തവും സ്പഷ്ടവുമാകണം. പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആചരിക്കുന്നവർക്കും അനുവർത്തിക്കുന്നവർക്കും ഈ ഉത്തമമായ ബോധ്യത്തിലാണ് ഇത്രമാത്രം തിരക്കുണ്ടെങ്കിലും ഈ പുസ്തകം എഴുതാനുള്ള DTP അതിനുള്ള സാമഗ്രികൾ ഇന്നുപോലും നമുക്ക് ഒരു പുസ്തകം എഴുതണം വിചാരിച്ചാൽ ധാരാളം തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ഈ 92 വർഷത്തിന് മുമ്പ് 100 വർഷത്തിന് അപ്പുറം ഈ വന്യപിതാവ് അങ്ങനെ ഒരു പുസ്തകരചന നിർവഹിച്ചുവെന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായ വിശ്വാസം ജനങ്ങൾക്ക്, തൻ്റെ സഭയ്ക്ക് എന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്നു. വൈദികരെന്നോ അവൈദികരെന്നോ വിശ്വാസികളെന്നോ നേതൃത്വത്തിലുള്ളവരെന്നോ എന്നുള്ള വ്യത്യാസം കൂടാതെ സഭയുടെ ആന്തരിക ശക്തിയെ അതിനെ ദൃഢപ്പെടുത്തുക, ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹം അത് എഴുതി. 7 കൂദാശകളെന്ന് നിജപ്പെടുത്തുവാൻ ഇന്ന് നാം ചിന്തിക്കുമ്പോൾ സഭയിൽ അങ്ങനെ ഒരു വേദശാസ്ത്രമില്ല. ഓർത്തഡോക്സ് സഭയുടെ കാഴ്ചപ്പാടിൽ അതിന് അതീതമായ ചില കർമ്മങ്ങളും കൂദാശകളായി പരിഗണിക്കാമെന്നുള്ളത് തിരുമേനി എഴുതുമ്പോൾ അറിയാഞ്ഞിട്ടല്ല, ഒരു വ്യവസ്ഥയും ഒരു നിശ്ചിതമായ കാര്യങ്ങളും ഒക്കെ വേണം. 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന
വിശ്വപ്രസിദ്ധനായ സുറിയാനി പണ്ഡിതനും സഭാപിതാവും. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് പാത്രികീസന്മാരും അതുപോലെ തന്നെ സിറിയൻ ഫാദേഴ്സിനും വൈദികർക്കും ഒക്കെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജയിലിലും അദ്ദേഹം താമസിക്കുന്നിടത്തുമൊക്കെ ഒരു കയ്യിൽ പ്രാർത്ഥന കൊടുത്ത് പട്ടം കൊടുത്തുവെന്ന ചരിത്രത്തിൽ അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ പരിശുദ്ധനായ യാക്കോബ് ബുർദാനയുടെ സ്നാനർക്കുദിശ, സാൾഗ, കാനോൻ ഇവയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പിതാവ് എഴുതിയത്. എന്തെങ്കിലും രചിച്ചതല്ല. സഭാചരിത്രം, കാനൂനുകൾ, വേദപുസ്തകം, വിശ്വാസം, അതിൻ്റെ ആഴം, അതിൻ്റെ വേദപുസ്തകവും ചരിത്രത്തിലുള്ള പ്രാധാന്യം, ഇങ്ങനെ ഓരോ വശങ്ങളെക്കുറിച്ച് നല്ല പഠനം നടത്തി തൻ്റെ സഭയ്ക്ക് എന്ത് വേണമെന്നുള്ളതിൻ്റെ മാത്രം ഒരു അംശം പകർന്ന ഒരു വലിയ വെളിച്ചമാണ് മതോപദേശ സാരങ്ങൾ എന്ന അമൂല്യ കൃതി. അങ്ങനെ എഴുത്തിലും വായനയിലും പഠനത്തിലും പഠിപ്പിക്കലിലും മാത്രമല്ല സഭയുടെ ഭാവിയെക്കുറിച്ചും ചിന്തയുണ്ടായിരുന്ന അപൂർവ പിതാക്കന്മാരിൽ ഒരാളാണ് പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനി. ഇത് ഒരെണ്ണം മാത്രമല്ല, സുറിയാനി ഭാഷയിലേക്ക് ആ വിദ്യാർത്ഥികൾക്ക് വേണ്ടതാണ്. അന്നത്തെ കാലത്ത് ആരാധന മുഴുവൻ ഇടവുകളിൽ സുറിയാനി ഭാഷയിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് നിശ്ചയമായും സുറിയാനി ഭാഷ നമ്മുടെ ഇടയിലെ ഒരു സംസാര ഭാഷ തന്നെയായിരുന്നു. പല കുടുംബങ്ങളിലും, പ്രത്യേകിച്ച് ജോൺ സെബ്രാച്ചൻ്റെയൊക്കെ പ്രസിദ്ധമായ കോനാട്ട് കുടുംബങ്ങളിൽ ഏകദേശം സംസാര ഭാഷ ആ കാലങ്ങളിലും അതിനുശേഷവുമൊക്കെ സംസാര ഭാഷ തന്നെ സുറിയാനി ആയിരുന്നു. ഒരുപക്ഷെ അതിൻ്റെ അനുഗ്രഹത്താലാണോ ഇപ്പോഴീ സെമിനാരിയുടെ മൽപ്പാനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഷിബു അച്ഛൻ സുറിയാനി ഭാഷ നമുക്ക് ഉപയോഗിച്ച് പഠിക്കത്തക്ക രീതിയിൽ വിൽപ്പത്തി നേടത്ത രീതിയിൽ ഒരു പുസ്തകം എഴുതി. നൂറ്റാണ്ടത്ര കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. പ്രിയമുള്ളവരെ, ഈ പിതാവ് സുറിയാനി ഭാഷയ്ക്കും ആവശ്യമായ ഒരു എലമെൻ്ററി പുസ്തകം എഴുതി. വിശ്വവിഖ്യാതനായ വേദശാസ്ത്രജ്ഞനും ചരിത്ര പണ്ഡിതനുമായ ഡോക്ടർ വി സി സാമുവൽ അച്ഛൻ ആദരവോട് തിരുമേനിയുടെ വ്യക്തിത്വത്തെയും ആത്മീയ ജീവിതത്തെയും കൗതുകത്തോടെ നിരീക്ഷിക്കുവാനും അതിലകമഴിഞ്ഞ് അതിലേക്ക് അടർന്നു വീഴുവാനും ഇടയാകുന്നത് സുറിയാനി ഭാഷയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ലഘുവായ കൃതി വായിച്ച് പഠിച്ചപ്പോഴുണ്ടായ ആത്മബന്ധത്തിൽ നിന്നാണ്. സമർപ്പണമുള്ളതും നല്ല വൃത്തിയും ശുദ്ധിയും ഒക്കെയുള്ള ഒരു പണ്ഡിതനായ നല്ല ഒരു ഭക്തനായ ദൈവാനുഗ്രഹം ലഭിച്ച ഒരു മൽപ്പാനല്ലാതെ ഇതുപോലൊരു കൃതി എഴുതാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ കർത്താവ് ഉപയോഗിച്ച ആ ഭാഷയിലെ ഒരു കൃതി പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനി എഴുതിയത്. നമ്മുടെ സഭയുടെ ചരിത്രത്തിൽ, ഒരുപക്ഷെ ഭാരതത്തിൻ്റെ സഭയുടെ ചരിത്രത്തിൽ തന്നെ സുറിയാനി ഭാഷയിൽ നിന്ന് വിവർത്തനം ചെയ്ത് കെംദാ പ്രാർത്ഥനാ പുസ്തകവും മറ്റ് പ്രാർത്ഥനാ പുസ്തകവും കോനാട്ട് മാത്തൻ മൽപ്പനോട് ചേർന്ന് ആദ്യമായി എഴുതിയത് വട്ടശ്ശേരി തിരുമേനിയാണ്. പരിശുദ്ധനായ പെരുമല തിരുമേനി ആരംഭിച്ചതും കൃത്യാന്തിയ ബാഹുല്യം മൂലം പൂർത്തീകരിക്കാൻ കഴിയാത്തതുമായ ആ വലിയ ചുമതല തൻ്റെ സഭയ്ക്ക് വേണ്ടി, എന്തിന്, ഈ കാനോനികമായ നമസ്കാരങ്ങളും കമ്മ്യൂണിറ്റി വർഷിപ്പും കഴിയുമ്പോൾ തൻ്റെ രഹസ്യ പ്രാർത്ഥനയ്ക്ക് ഒരു ചിട്ടയും നിഷ്ഠയും വേണം. അത് സുറിയാനിയിൽ താൻ ഉപയോഗിക്കുമ്പോൾ തൻ്റെ വൈദിക വിദ്യാർത്ഥികൾ, വൈദികർ, താല്പര്യമുള്ള ജനങ്ങൾ, അങ്ങനെ സഭ മുഴുവൻ ആത്മീയ അഭിവൃദ്ധി നേടണം, ഞാൻ മാത്രമല്ല എന്ന് വിചാരിച്ച് ഈ ശ്രേഷ്ഠനായ മൽപ്പാനായ അച്ഛൻ എഴുതി അങ്ങനെ വിവർത്തനം ചെയ്തതാ. ചിലരെങ്കിലുമൊക്കെ ഇങ്ങനെ തെറ്റായി ധരിച്ചിട്ടുണ്ട്. ബനുഹറക്ക് ഹോസേനാൻ യേശുമിലെ നെഹ്റോ, വെളിവ് നിറഞ്ഞൊരു ഈശോ എന്ന പാട്ട് കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയെന്ന്. കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയതല്ല, സുറിയാനി സഭയുടെ ആ ഗീതം പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനി കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെയും കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെയും ഒക്കെ സഹായത്താൽ ഭാഷാന്തരം ചെയ്തതാ. ബേസിക്കലി ഇത് സുറിയാനി സംഗീതവും സുറിയാനി ആരാധനയുടെ ഭാഗമാണ്. അത് വിവർത്തനം ചെയ്ത് ഉപയോഗിക്കാൻ തക്കവണ്ണം സാധിച്ചു. അതിൽ നിന്നുണ്ടാകുന്ന ഭക്തി, അതിൽ നിന്നുണ്ടാകുന്ന അർത്ഥം യേശു തമ്പുരാൻ കൽപ്പിച്ചരുളിച്ചിരിക്കുന്നതനുസരിച്ച് ഞാൻ സത്യപ്രകാശമാകുന്നു. അങ്ങനെ ഏതെല്ലാം ആരാധനക്രമങ്ങൾ, രഹസ്യവും പരസ്യവും ഉപയോഗിക്കുന്ന പ്രാർത്ഥനകൾ ഈ തിരക്കിട്ട ജീവിതത്തിൻ്റെ ഇടയിൽ നാം ഓർക്കണം. ഇന്നത്തെ പോലെയുള്ള സർവൈലൻസ് സംവിധാനങ്ങളോ CCTVകളോ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റികളോ അല്ലെങ്കിൽ ചുങ്കത്ത് നിന്ന് ഇവിടേക്ക് വരുവാനുള്ള വഴിയും ഒക്കെ ഒരു ബണ്ട് പോലെ മാത്രമായിരിക്കുന്ന ആ കാലഘട്ടത്തിൽ, യാത്രയും കമ്മ്യൂണിക്കേഷനും ഒക്കെ ദുർഘടമായിരിക്കുന്നതായ ഒരു കാലഘട്ടത്തിൽ അതിനെയൊക്കെ അവഗണിച്ച് നല്ല
ദൃഢനിശ്ചയമുണ്ടായിരുന്ന വ്യക്തിയായതുകൊണ്ട് ഇതെല്ലാം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഭരണപരമായ കാര്യങ്ങളിലേക്കൊക്കെ ഗഹനമേറിയത് 1909 അദ്ദേഹം മെത്രാപ്പോലിത്തയായി അവരോഹിതനാകുമ്പോഴാണ്. അങ്ങനെയുള്ള ചുമതലകൾ വരുന്നെങ്കിലും പുണ്യപിതാക്കന്മാർ ഏൽപ്പിച്ചിട്ടുള്ളതായ തൻ്റെ മുൻഗാമിയായ പുലിക്കോട്ടൽ രണ്ടാം തിരുമേനി ജോസഫ് മാർ ദീവന്നാസ്യൂസ് തിരുമേനി ഏൽപ്പിച്ചിട്ടുള്ളതായ പരിമല തിരുമേനി തൻ്റെ ഗുരു ഏൽപ്പിച്ചിട്ടുള്ളതായ ചുമതലകളിൽ അല്പം പോലും വെള്ളം ചേർക്കാതെ പൂർണ്ണ സമർപ്പണത്തോടെ അദ്ദേഹം ജീവിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിത ചുറ്റുപാടുകൾ സാന്ദർഭികമായി നമുക്ക് യാദൃശ്യമായിട്ട് തോന്നാം. എങ്കിലും എനിക്ക് തോന്നുന്നു പുണ്യനദിയായ പമ്പയുടെ ഒരു ഒരു ശാഖയായി നിൽക്കുന്നതായ മണിമലയാറിൻ്റെ തീരത്ത് ജനിച്ചു വളർന്ന് ചുവട് വെച്ച് വന്ന ആ വ്യക്തിത്വം തൻ്റെ പരിമലയിലെ ആവുമ്പോഴും പമ്പാ നദിയുടെ തീരത്താണ്. ഇനി അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളതും തന്നെ കർമ്മഭൂമിയായി മാറ്റിയതും മീനച്ചിലാറിൻ്റെ തീരത്താണ്. ഒരു നദി ഒഴുകി മറ്റൊരു നദിയിൽ ചേരുന്നത് പോലെയാണ് മല്ലപ്പള്ളിയിൽ ആരംഭിച്ച ജീവിതം മലങ്കര സഭയാകുന്ന ആ ബൃഹത്തായ നദിക്ക് വേണ്ടി സ്വയം നിമഗ്നനായി അങ്ങനെ വന്നു ചേർന്ന് ഇല്ലാതായി. എങ്കിലും ആ കൂടിച്ചേരല് കാണാൻ കഴിയാത്തതുപോലെയോ അനുഭവവേദ്യമല്ലാത്തതുപോലെയോ അതിലേക്ക് ഡിസോൾവ് ആയി പോയിട്ടില്ല. അതിൻ്റെ അസ്തിത്വവും വ്യക്തിത്വവും ഇന്നും വ്യതിരിക്തമായി നിലനിൽക്കുന്നുവെന്ന് നാം കാണുമ്പോൾ ഈ വന്യപിതാവിനെ ശത്രുക്കൾ പോലും ഒരു പ്രതിപക്ഷ ബഹുമാനത്തോടെ ആദരിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ നിശീതമായി വിമർശിച്ച് അദ്ദേഹം ആരുമല്ല എന്ന് വരുത്തുവാൻ തക്കവണ്ണം ആളുകൾ അന്നും ഇന്നും ശ്രമിക്കുമ്പോൾ ദൈവം അവരോട് ക്ഷമിക്കട്ടെ എന്ന് മാത്രമേ എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളൂ. അങ്ങനെ ധാരാളം ആന്തരികമായ ആത്മീയമായ ഭക്തിസാന്ദ്രമായ ആരാധനയായ ആ കാര്യങ്ങളാൽ നമ്മുടെ സഭയെ സമ്പുഷ്ടമാക്കി. ഇതൊക്കെ മുമ്പാരും ചെയ്തിട്ടില്ലാത്തതാണെന്നുള്ളത് ഓർക്കുമ്പോഴാണ് നവീനമായ നൂതനമായ നൂന്നോട് പറയുന്ന ഈ ഉപദേശം അധികമാരും സഞ്ചരിച്ചു പോയിട്ടില്ലാത്ത വഴികളിലായിക്കൊണ്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ പോകാനോ നീ മനഃശാന്തി നഷ്ടപ്പെട്ട് വിഭ്രാന്തിയിലേക്കോ മനംതിരിഞ്ഞു പോകുവാനും ഇടയാകാതെ നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. ദൈവം അരുളി ചെയ്തതുകൊണ്ട് ഏത് പ്രതിസന്ധിയുടെ നടുവിലൂടെ യാത്ര ചെയ്താലും ഈ ഉറപ്പും ധൈര്യമുള്ളവനായി ഈ വന്യപിതാവും ഈ പരിശുദ്ധ സഭയെ നയിച്ചു. എൻ്റെ എളിയ ചിന്തയിൽ ഈ വന്യപിതാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സഭയുടെ ഘടനാപരമായ തൂണുകളെ ശക്തിപ്പെടുത്തിയ വന്യപിതാവ് ആന്തരികവും ആത്മീയവുമായി മാത്രമല്ല സഭയുടെ ഘടനാപരമായ തൂണുകളെ സ്ഥാപിച്ച് ശക്തിപ്പെടുത്തിയ പിതാവാണ്. ആദ്യത്തേത് തൻ്റെ മുൻഗാമികൾ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്ത് ആ മാർത്തോമാൻ പൈതൃകത്തിൽ അഭിമാനം പൂണ്ട് അതിനെ ഇങ്ങനെ പരിപാലിച്ചതിന് പിൻഗാമിയാണ് താനെങ്കിൽ ഈ രണ്ടാമത്തേത് പറയാൻ പോകുന്നത് രണ്ടും സ്ഥാപിച്ച് പരിപാലിച്ച് ഇന്ന് സഭയുടെ അടിസ്ഥാനമായി നിലനിൽക്കുന്നതാ. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് 1912 കാതോലിക്ക സിംഹാസനത്തിൻ്റെ പുനഃസ്ഥാപനമാണ്. മാർത്തോമാ ശ്ലീഹ വന്നുവെന്നെങ്കിലും ചിന്തിക്കുന്ന കുറച്ചാളുകളുണ്ട്. അത് കഴിഞ്ഞാൽ ഈ കാതോലിക്ക സിംഹാസനവും അത് വിഭാവനം ചെയ്യുന്ന സഭയും അത് വിഭാവനം ചെയ്യുന്നതായ സഭാശാസ്ത്രവും ആരാധനാശാസ്ത്രവും അല്ലെ ആരാധനയും അതിൻ്റെ സജീവാവസ്ഥ എന്തെന്നൊക്കെ ചിലപ്പോൾ അസൂയ കൊണ്ടായിരിക്കാം ആളുകൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു തലത്തിലേക്ക് ഇന്ന് കേരള സഭയുടെ ചരിത്രം മാറിയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സന്ദേഹമുണ്ട്. പ്രിയമുള്ളവരെ, അവിടെ നല്ല ചില വൈദേശിക ബന്ധം മൂലം മലങ്കര സഭയുടെ സ്വത്തിനെ കുറിച്ചായിരുന്നു അവർക്ക് ബോധ്യമുണ്ടെങ്കിൽ ഈ വന്യപിതാവ് ഇതിൻ്റെ ബാഹ്യമായ സ്വത്തിനെ കുറിച്ചല്ല, ഇതിൻ്റെ പൗരാണികവും ഇതിൻ്റെ കൗദാശികവും ഇതിൻ്റെ കാതോലികവും അപ്പോസ്തോലികമായ സ്വത്വബോധത്തെക്കുറിച്ചാണ്. സ്വത്വവും അല്പബന്ധമുണ്ടെന്നല്ലാതെ ഒരു പരിധിക്കപ്പുറം ബന്ധമില്ല എന്ന് നാം അറിയണം. സഭയിൽ വലിയ പ്രശ്നം ഏത് നൂറ്റാണ്ടിലാണ് ഇത് തുടങ്ങിയത്? 1653 കൂനൻകുരിശ് സത്യത്തിന് അതിനു മുമ്പ് തന്നെ വൈദേശികമായ കടന്നുകയറ്റങ്ങളും ഇവിടെ വൈദേശികമായ കൊളോണിവൽക്കരണവും നടന്ന് രാഷ്ട്രീയവും ആത്മീയവുമായ തരത്തിൽ ഈ പാവപ്പെട്ട സഭയെ, അതായത് ഭാരതസഭയെ, ഭാരതാംബയുടെ മണ്ണിൽ സ്വതന്ത്രമായി മാർത്തോമാ ശ്ലീഹ സ്ഥാപിച്ച
ആ ആത്മീയ പൈതൃകത്തിൽ നിന്ന് ഇങ്ങനെ അതിൻ്റെ നാലാ അതിരുകളെ വർദ്ധിപ്പിച്ച് കാലാകാലങ്ങളിൽ ഇങ്ങനെ ശോഭിക്കുന്ന കർത്താവിൻ്റെ മണവാട്ടിയായ ദിവ്യ സഭയിൽ ഉടലെടുത്തതായ ചരിത്രപരവും ആന്തരികവും ആത്മീയവുമായ ചില പ്രയാസങ്ങളിൽ സഭയെ സഹായിക്കുവാനായി ബന്ധം കൂടുന്നവർ സഭയെ മൊത്തമായി ഞങ്ങളുടേതാണെന്ന് പറയുന്നത് അന്നും ഇന്നും അതിൻ്റെ ആലോചനയില്ല. ഒത്തിരി വശത്തേക്ക് പോകാനായിട്ട് സമയമില്ലെങ്കിലും ചെറുതായെങ്കിലും ഒന്ന് സൂചിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഇത് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ഈ അടുത്ത കാലത്ത് 1912 സെപ്റ്റംബർ മാസം 15 മുറിമറ്റത്തിൽ മാർ ഇവാനിയോസ് തിരുമേനിയെ പരിശുദ്ധ സഭയുടെ ആദ്യ കാതോലിക്കയായി ബസേലിയോസ് പൗലൂസ് പ്രഥമൻ ബാബയായി വാഴിക്കുന്നത് മാത്രമല്ല, ഈ സഭ പൗരാണികമാവും സ്വതന്ത്രവും സ്വത്വബോധമുള്ളതായി തീരണമെന്നുള്ള ചിന്ത അതിനൊക്കെ എത്രയോ മുമ്പുണ്ടായതാ. ഈ സുറിയാനി സഭയുമായുള്ള ബന്ധം ആരംഭിക്കുന്ന 18-ാം നൂറ്റാണ്ടിന് മുമ്പ് ചേരമാൻ പെരുന്നാളിൻ്റെ കാലം കൊണ്ട് തന്നെ ഈ സഭയിൽ ഇതിന് അനുസരിച്ചുള്ള സ്ഥാനം അതിനു മുമ്പ് തന്നെ ഉണ്ടെങ്കിലും രാജകീയമായ അംഗീകാരത്തോടുകൂടി ജാതിക്ക് കർത്തവ്യനെന്ന ഇവിടെയുള്ള സഭയുടെ പ്രധാന മേലക്ഷ്യത്തിനെ സഭാതലത്തിൽ സമൂഹതലത്തിൽ അത് രാഷ്ട്രതലത്തിൽ തന്നെ അംഗീകരിച്ച് ബഹുമാനിക്കുന്ന പാരമ്പര്യം ഈ സഭയ്ക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ളത് ഈ നാട്ടിലുള്ള ക്രിസ്തീയ സഭയെ സ്നേഹിക്കുന്ന ക്രിസ്തുമതത്തെ ക്രിസ്തുഭക്തരായ നാനാജാതി മതസ്ഥർ നമുക്ക് നൽകിയിട്ടുള്ള അംഗീകാരത്തിൻ്റെ ഒരു പ്രതിഫലനമായി ഞാൻ കരുതുക. അതൊക്കെ നോക്കിക്കണ്ട് മനസ്സിലാക്കാതെ ഒരു സമയത്ത് നമ്മുടെ കർത്താവാണല്ലോ ഈ സഭ സ്ഥാപിച്ചത്. കർത്താവ് സഭ സ്ഥാപിക്കുമ്പോൾ ഇതിൻ്റെ ആത്മീയമായ പൗരുഷം നൽകുന്ന സമയത്ത് എന്താ പറയുന്നത്? ഞാൻ നിങ്ങൾക്കിത് ദാനമായി നൽകുന്നു, നിങ്ങളതുകൊണ്ട് ദാനമായി നിങ്ങൾക്ക് ലഭിച്ചത് ദാനമായി കൊടുക്കണം. സഭയുടെ കെട്ടിടങ്ങളോ പള്ളികളോ മറ്റ് സ്ഥാപനങ്ങളോ പണിയുന്ന കാര്യമല്ല പറയുന്നത്. സത്യവിശ്വാസമാകുന്ന ആത്മനൽവരം കൃപാദാനങ്ങൾ നൽകണം. ഇനി ഇന്നത്തെ കാലത്ത് നമുക്കൊന്ന് നോക്കാം. ഒരു സഭയുടെ പൗരോഹിത്യത്തെക്കുറിച്ചോ അതിൻ്റെ നിലനിൽപ്പിന് അടിസ്ഥാനമായ ഘടകത്തിൽ ഒരു അപാകത പോലെ ഉണ്ട് എന്ന് ആളുകൾ പറഞ്ഞ് വ്യാഖ്യാനിച്ചാൽ അത് നേരെ ആക്കിക്കഴിഞ്ഞാൽ അതെൻ്റെ സ്വന്തമാവുമെന്ന് ആരെങ്കിലും പറയുമോ? ഈ കേരളത്തിൽ ഇതുപോലെയുള്ള പ്രതിസന്ധി നേരിട്ടപ്പോൾ പരസഹായം നേടിയ മറ്റു സഭയിൽ നിന്ന് കൈവപ്പ് തന്നെ നേടിയിരിക്കുന്ന സഭകളൊക്കെ ഇന്ന് സ്വതന്ത്രമായി നിലനിൽക്കുമ്പോൾ ഇവിടെ അതിനൊരു സഹായം തന്നവർ ആ സഭയെ മൊത്തവും ഞങ്ങളുടെയാണെന്ന് പറയുന്ന ഒരു വിശ്വാസത്തിലേക്ക് മനുഷ്യരെ കൊണ്ട് ഇവിടെ നടന്നിട്ടുള്ളത് സത്യസന്ധമായി നമ്മൾ ചിന്തിച്ചാൽ പട്ടശ്ശേരി തിരുമേനി അവിടെ പോയി പട്ടവേറ്റ് തിരിച്ചിവിടെ വന്നു. തിരുമേനിക്ക് സ്ഥാത്തിക്കോൺ കൊടുക്കാനൊക്കെ വൈമനസ്യം കാണിച്ചു. എന്തുകൊണ്ടാണ്? പുലിക്കോട്ട് തിരുമേനിയുടെ പിൻഗാമിയായിരിക്കുമെന്ന് വിചാരിച്ച് തന്നെയാണ് രണ്ടുപേരെ അയച്ച്, അതിൽ പ്രത്യേകിച്ച് വട്ടശ്ശേരി തിരുമേനിയെ അയച്ച് പട്ടം കൊടുത്തത്. എന്നാൽ സ്ഥാത്തിക്കോനൊക്കെ കൊടുക്കുവാനായി കാണിച്ച വൈമനസ്യം അതിന് കാണുന്നത് 1876 ഇവിടെ വന്നിട്ടുള്ള ആദ്യത്തെ പാത്രികീസായ പരിശുദ്ധനായ പത്രോസ്തിയൻ പാത്രികീസ് മുതൽ വട്ടശ്ശേരി തിരുമേനിക്ക് പട്ടം കൊടുത്ത അതേ തിരുമേനി തന്നെ അബ്ദുള്ള പാത്രികീസ് ഇവിടെ വരുമ്പോഴും അദ്ദേഹം ആവശ്യപ്പെടുന്നതും ഭൗതികമായ സ്വത്തിന് വേണ്ടിയുള്ള ഉടമ്പടി എഴുതിക്കൊടുക്കുക എന്നുള്ളതാണ്. ഭേദവിപരീതമില്ല, സാന്മാർഗനിഷ്ഠ നഷ്ടപ്പെട്ടു പോയിട്ടില്ല, സഭ അതിന് വിശ്വാസ ആചരണങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ടില്ല. ഇങ്ങനെ ഒന്നും ഇവിടെ ആവശ്യമില്ല. ഇതിന് തീരെഴുതി കൊടുക്കുകയും ഇതിന് അവരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുകയും ചെയ്യുന്ന ഒരു സമ്പൂർണ്ണ സമർപ്പണത്തിന് വൈമനസ്യം കാണിച്ചതുകൊണ്ട് അദ്ദേഹത്തെ പിന്നീട് 1911 മുടക്കുകയാണ് ചെയ്തത്. അത് നിലനിൽക്കുകയില്ല എന്നുള്ളത് ആ വന്യപിതാവ് കാലം ചെയ്തതിന് ശേഷവും അദ്ദേഹം അർപ്പിച്ചിട്ടുള്ള കണ്ണുനീരും വിയർപ്പും അധ്വാനവും പ്രാർത്ഥനയും ഈ മണ്ണിൽ ഇന്നും ഉച്ചൈസ്തരം ആ വിശ്വാസത്തിന് വേണ്ടി, ആ ധീരതയ്ക്ക് വേണ്ടി അങ്ങനെ നിലനിൽക്കുന്നുകൊണ്ടാകാം പിതാവ് സ്വർഗത്തിലിരുന്ന് കണ്ട് അനുഗ്രഹ ആശിസുകൾ അദ്ദേഹത്തിന് നൽകത്തക്ക രീതിയിൽ പിന്നീട് സഭയുടെ ചരിത്രമായി മാറുന്നു. അതുപോലെ തന്നെയാകുന്നു പ്രിയമുള്ളവരെ 1934 മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഭരണഘടന. രണ്ട് സഭകൾ തമ്മിൽ എന്തെങ്കിലും സംഘർഷം ഉണ്ടാകുമ്പോൾ അതിന് കൊടുക്കുവാൻ, അതിന് സെറ്റിൽമെൻറ്റിന് കൊടുക്കുന്ന ഡോക്യുമെൻ്റ് അല്ല. ഈ സഭയുടെ എല്ലാ വശം ഇടവക തലത്തിൽ, ഭദ്രാസനതലത്തിൽ, സഭാതലത്തിൽ എങ്ങനെയായിരിക്കണം ക്രിസ്തുസാക്ഷ്യത്തിൻ്റെ ബാക്കിപത്രമാകുന്ന ശുശ്രൂഷയുടെ, നമ്മളത് ടെക്നിക്കലി ഭരണം എന്ന് പറയുമെങ്കിലും കർത്താവിൻ്റെ ശുശ്രൂഷയുടെ
പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ നടത്തിപ്പെങ്ങനാകണമെന്നുള്ളതിൻ്റെ വ്യക്തമായ രൂപരേഖയാണ്. തിരുമേനി അതിനുവേണ്ടി ശ്രമിച്ചു, അതിനുവേണ്ടി മനസ്സ് കാണിച്ചു, അതിന് അനുവാദം കൊടുത്തു, യുക്തരായ ആളുകളെ കണ്ടുപിടിച്ചവരെ ഏൽപ്പിച്ചു. പല തരത്തിലുള്ള ഡ്രാഫ്റ്റുകൾ അതിനുണ്ട്. തിരുമേനി കാലം ചെയ്ത 1934 ഡിസംബർ മാസത്തിലാണ് അത് അംഗീകരിച്ച സഭയുടെ ഭാഗമായത്. എങ്കിലും പ്രിയമുള്ളവരെ, ഈ സഭ അന്ന് തിരുമേനി കാണിച്ച വെളിച്ചം, ആ ഒരു ഭരണഘടന, ഭാരതമെന്ന ഒരു രാജ്യമോ ഭാരതത്തിൻ്റെ ഒരു ഭരണഘടനയും ഇല്ലാതിരിക്കുമ്പോൾ ഇത്രയും ദീർഘവീക്ഷണത്തോടെ, ഇത്രയും ക്രാന്തദർശിയായ ആ പിതാവ് ഇന്നും ഈ സഭയുടെ ആന്തരികവും അതിൻ്റെ സാക്ഷ്യപാതയിലെ ഒരു ദിവ്യ വെളിച്ചമാണ് മലങ്കര സഭയുടെ ഭരണഘടന. അത്രമാത്രം സഭയുടെ അടിസ്ഥാനമായ ശിലയോ സഭയെ നിലനിർത്തുന്ന തൂണുകളെയോ ശക്തിപ്പെടുത്തിയ ഒരു ദിവ്യ പിതാവാണ് ഈ പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനി. തിരുമേനിയുടെ അന്ത്യകൽപ്പനയൊക്കെ നിശ്ചയമായും മലങ്കരയിലെ മക്കൾ ഈ സുദിനത്തിൽ മാത്രമല്ല എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വായിച്ചറിഞ്ഞാൽ തൻ്റെ അവസാന ശ്വാസം വരെയും ഈ സഭയ്ക്ക് വേണ്ടി ധീരതയോടെ നിന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ സുറിയാനി സഭയോടുള്ള ബന്ധം, അതിൻ്റെ മേലധ്യക്ഷനായി വാണരുളുന്ന കാലാകാലങ്ങളിലെ പാത്രിക്കീസ് ബാബാമാരോടുള്ളതായ മലങ്കര സഭയുടെ ആത്മബന്ധം നിർവചിച്ചും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിലൂടെയും അത് നിർവഹിച്ചിട്ടുണ്ട്. പട്ടവേറ്റ് തിരിച്ചു വന്ന് ഇവിടെ പ്രയാസമുണ്ടാകുന്ന സമയത്ത് സ്വീകരണത്തിലെ പ്രസംഗത്തിൽ താൻ അനുഭവിച്ച യാതനകൾ സുറിയാനിയിൽ അവിടെ പോയി അനുഭവിച്ചത് വെളിപ്പെടുത്താൻ അദ്ദേഹം വൈമനസ്യം കാണിക്കുന്നുണ്ട്. ആളുകൾ മുഴുവൻ ഇങ്ങനെ ശ്രദ്ധയോടെ ഇരിക്കുമ്പോൾ അതൊന്നും തിരുമേനി പറഞ്ഞു, ഞാൻ അനുഭവിക്കേണ്ടി വന്ന യാതനകൾ എന്തെന്ന് നിങ്ങളോട് പറയാൻ നിങ്ങൾ എന്നെ നിർബന്ധിക്കരുതെന്നാണ് പറഞ്ഞത്. മറ്റൊരവസരത്തിൽ അതിൻ്റെ ചെറിയ അംശങ്ങളൊക്കെയും കൊടുത്തപ്പോഴാണ് ഇതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. നൂൻ്റെ മകനായ ആ യോശുവയ്ക്ക് ദൈവം കൊടുത്തതായ വലിയ ദൗത്യം, മലങ്കര സഭയ്ക്ക് മാർത്തോമാ ശ്ലീഹ പകർന്നു വെച്ച സാക്ഷ്യപാതയിലെ ആ ദൗത്യം, തൻ്റെ പൂർവികർ കാത്തു സൂക്ഷിച്ച ആ ദൗത്യം, താനൊരു മലങ്കര മെത്രാപ്പോലിത്തയായി അവരോധിതനായപ്പോൾ അത് തൻ്റെ ശിരസിലും തൻ്റെ ഹൃദയത്തിലും രക്തധമനികളിലും കൂടെ ആവഹിച്ച് എടുത്ത് ശാരീരികവും മാനസികവുമായ ഏതു തരത്തിലുള്ള ക്ലേശങ്ങൾ ഏറ്റിട്ടും സഭയുടെ സ്വത്വബോധത്തിന്, സ്വാതന്ത്ര്യത്തിനും വേണ്ടി അവസാന നിമിഷം വരെ ജീവൻ ഇങ്ങനെ നൽകിയ ആ പുണ്യ പുരുഷൻ്റെ, ആ മഹർഷിയുടെ ദീപ്തമായ ഓർമ്മകൾക്ക് മുമ്പിൽ നമ്മൾ നമ്രശിരസ്കരായി ബാഷ്പാഞ്ജലികളും പ്രാർത്ഥനകളും അർപ്പിക്കുന്നതോടൊപ്പം അതിൽ അഭിമാന പുളകിതരായി നല്ല ജാത്യാഭിമാനികളായും നസ്രാണി പാരമ്പര്യത്തിൻ്റെ മഹത്തായ പാരമ്പര്യങ്ങളിൽ അഭിമാനപൂർവ്വതരായി ഈ സഭയുടെ ദൗത്യം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും അനുഗ്രഹിക്കപ്പെട്ടവരായി ഒരുമയോടെ നമുക്ക് ചെയ്യാം. അങ്ങനെ ദൈവം ഏൽപ്പിച്ച ദൗത്യം ചെയ്യുമ്പോൾ ആ പിതാവ് സ്വർഗത്തിലിരുന്ന് കണ്ട് നമ്മെ തൻ്റെ തൃക്കരം നീട്ടി അനുഗ്രഹിക്കും. ആ അനുഗ്രഹവും പ്രാപിപ്പാൻ ഈ സ്മൃതിസന്ധിയിൽ തുടർന്നുള്ള ജീവിതത്തിൽ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപൂർവമായ ഈ ഒരു അനുസ്മരണത്തിന് അവസരം ലഭിച്ചത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതോടൊപ്പം എന്നെ ഇതിനെ ചുമതലപ്പെടുത്തിയ പരമകാരുണ്യവാനായ ദൈവത്തിന് മുമ്പിൽ എൻ്റെ ശിരസ്സുകളെ നമിച്ചുകൊണ്ട് പരിശുദ്ധ ബാബാതിരുമനസ്സിനോടും സെമിനാരിയുടെ മാനേജര അച്ഛനോടും മറ്റ് പ്രോഗ്രാമിൻ്റെ ഭാരവാഹികളോടുമുള്ള വ്യക്തിപരമായ നന്ദി സ്നേഹം അർപ്പിക്കുന്നു. എല്ലാവിധമായ അനുഗ്രഹങ്ങളും പെരുന്നാളിന് നേരുന്നു.